ഫ്രണ്ട്സ്, നമ്മൾ മസാല പുരട്ടി ഉണക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ മീനാണിത്. ഇത് നിങ്ങളും തന്നെ പുഴയിൽ നിന്നൊക്കെ എപ്പോഴേലും അധികം മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ആ പ്രവൃത്തിയിലേക്ക് പോവുകയാണ്. ക്ഷാമകാലത്ത് നമുക്ക് പുഴ മീൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ നന്നാക്കി മസാല പുരട്ടി ഉണക്കി എടുത്തേക്കുന്ന വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ലവണ്ണം കഷ്ണങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അത്ര തന്നെ. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പാകത്തിന് നിങ്ങളുടെ ഇതിനനുസരിച്ച്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണക്കാൻ പോവാം. വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ പോവാം. കമോൺ. അപ്പോൾ നമ്മൾ മസാല പുരട്ടി ഒരു 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. നല്ല വെയിലുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് 2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങും. വെയിൽ കുറവാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഉണക്കിക്കൊള്ളു. കാക്ക കൊണ്ടുപോകണമെങ്കിൽ ഒരു വല ഇടണം. ഈ വല എടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ മീൻ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എടുക്കാം. ഇനി വെയിലത്ത് വെക്കണ്ട. 2-3 ദിവസം വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ലാസ്റ്റായിട്ട് കാണിക്കാം. ഓക്കെ. നമ്മൾ ഉണക്കി വെച്ച മസാല പുരട്ടി ഉണക്കി വെച്ച പുഴമീൻ പൊരിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക. ചൂടാണ്, എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് കുറച്ചെടുത്തിട്ട് പൊരിച്ചടിക്കാം. കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കറിയും വെച്ചോ. അപ്പോൾ നമ്മളെ മീൻ നല്ല ഡ്രൈ ആയിട്ടാണ് 37 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സമയത്താണ് നമ്മൾ ഉണക്കിയെടുത്തത്. അപ്പോൾ അത്രയും ഡ്രൈ ഫിഷാണ്. കൂടുതൽ വേവ് ഒന്നും വേണ്ട, പെട്ടെന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വാങ്ങാം. നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് പോവാം. ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല, മീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്. ഉണങ്ങിയതിന് ശേഷം ഡ്രൈ ആയത് അധികമായത് മാത്രമേ ഉള്ളൂ. ആ സോഫ്റ്റ് ഒന്നും കൂടി നിലനിർത്തി ഡ്രൈ ആക്കേണ്ടതായിരുന്നു. നല്ല ചൂട് സമയത്താണ് നമ്മളിത് ഡ്രൈ ആക്കിയത്. അപ്പോൾ അത്ര തന്നെ ഉണക്കണ്ട നമ്മൾ ചെയ്യുമ്പോൾ. ഇനി നമുക്കിതൊന്ന് കറി, ഇത് നമ്മൾ ഫ്രൈ ആക്കിക്കാണ്. കറി വെക്കുന്ന വീഡിയോ വേറെ ഒന്ന്. കറി വെച്ച് ടേസ്റ്റ് ചെയ്താൽ പുഴമീൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടോ നോക്കണം. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.